വളരെ ചുരുക്കം ആളുകളെ കേൾക്കുള്ളൂ. കേട്ടാൽ തന്നെ കുറേ ആളുകൾ അതിനെ നിരൂപിക്കും. പക്ഷേ എന്നെ ഇങ്ങനെ ഒരു സഭയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഈമാനും പറഞ്ഞ് പോയിട്ട് ഈമാൻ സംരക്ഷിക്കാനുള്ള കാര്യമേത്, എവിടെയാണ് അപകടത്തിൻ്റെ മേഖലയുള്ളത് എന്ന് പറയാതെ പോയാൽ ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും അത്. നിങ്ങൾ കേൾക്കൂ, വഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. മുഅ്മിനീങ്ങളോട് നബിയെ തങ്ങൾ പറയുക, കണ്ണു ചിമ്പാൻ, ഗുഹ്യസ്ഥാനം സൂക്ഷിക്കാൻ, അതാണ് അവരെ സമുദ്ധരിക്കുന്ന സംസ്കരിക്കുന്ന കാര്യം. കണ്ണ് സൂക്ഷിക്കലാണ് ഒരു മനുഷ്യൻ്റെ സംസ്കരണം. ഞാൻ എൻ്റെ ലളിതമായ പഠനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം, കണ്ണ് സൂക്ഷിച്ച് ജീവിച്ച മനുഷ്യൻ മൂമിനാണ്. കണ്ണ് സൂക്ഷിച്ച് ജീവിച്ച മനുഷ്യൻ ഈമാൻ കിട്ടി മരിക്കും. കണ്ണ് സൂക്ഷിച്ച് ജീവിച്ച മനുഷ്യൻ മുത്തഖിയാണ്. പരിശുദ്ധ ഖുർആൻ പച്ചക്ക് പറഞ്ഞതല്ലേ ഇത്. വഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം. മുഅ്മിനീങ്ങളോട് നബിയെ തങ്ങൾ പറയൂ, കണ്ണു ചിമ്പാൻ, വയഹ്ഫളൂ ഫുറൂജഹും, അവരവരുടെ കണ്ണു ചിമ്പുകയും. കണ്ണു ചിമ്പിയാൽ പിന്നെ ഗുഹ്യസ്ഥാനം സേഫല്ലേ? അതല്ലേ തല, അതല്ലേ പ്രാഥമികം. ദാലിക അസ്കാ ലഹും, ആ കണ്ണു ചിമ്പൽ അത് മനുഷ്യനെ സംസ്കരിക്കുന്ന സംഗതിയാണ്. അതിൻ്റെ നേരെ തൊട്ടടുത്ത വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുൻ, അവിടെ തസ്കിയത്തിനെ പറ്റി പറയുന്നില്ല. കാരണം പുരുഷന്മാരാകുന്ന നമ്മൾക്ക് ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ നമ്മളുടെ ഫിത്തിന തുടങ്ങും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ തൊട്ട് കണ്ണു ചിമ്പുന്നത് പറഞ്ഞ സ്ഥലത്ത് അതവരുടെ തസ്കിയത്തിൻ്റെ, അവരുടെ സമുദ്ധാരണത്തിൻ്റെ, അവരുടെ സാംശീകരണത്തിൻ്റെ, അവരുടെ സംസ്കരണത്തിൻ്റെ, അവരുടെ നന്നാവലിൻ്റെ മാനദണ്ഡമാണെന്ന് പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ കോതാം, ഖദ് അഫ്ലഹ മൻ തസക്കാ, തസ്കിയത്ത് കിട്ടിയവർ കഴിച്ചിലായി. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, തസ്കിയത്ത് കിട്ടിയവർ കഴിച്ചിലായി. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ കഴിച്ചിലായി. ആരാ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ? അൽ ഖുശൂ ഖൈദുൽ ഉയൂനി അനിൻ നദരി, നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കുന്നതിനെ തൊട്ട് കണ്ണിനെ ചങ്ങലക്ക് വെക്കലാണ് ഖുശൂ. റിസാലത്തുൽ ഖുശൈരിയിൽ ഇമാം ഖുശൈരി തങ്ങൾ. ഇപ്പം എന്തായി? കണ്ണു ചിമ്പി ജീവിച്ചാലേ മനുഷ്യന് ഖുശൂ ഉണ്ടാവുകയുള്ളൂ. കണ്ണു ചിമ്പി ജീവിച്ചാലേ മനുഷ്യനിക്ക് തസ്കിയത്ത് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ യമനിൽ പോയിട്ടുണ്ട്. തരീം ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങളുടെ സ്ഥാപനം ദാറുൽ മുസ്തഫയിൽ ഒരു അല്പകാലം പഠിച്ചിട്ടുണ്ട്. ആ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയുടെ ഒരു അവസ്ഥ അറിയോ നിങ്ങൾക്ക്? 27-ാം രാവിലെ നിസ്കാരം, ഇന്നലത്തെ രാവ്, ആ രാവിൽ നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിസ്കാരത്തിൽ ഓത്തുകേട്ട് ബോധം കെട്ട് വീഴുന്നവരെ കയറ്റിക്കടത്താനുള്ള കട്ടിലും ബെഡ്ഷീറ്റും സജ്ജീകരിച്ചതിന് ശേഷം മാത്രമേ നിസ്കാരം തുടങ്ങുള്ളൂ. നിസ്കാരം തുടങ്ങിയാൽ ആളുകൾ ഇങ്ങനെ വീഴാൻ തുടങ്ങും, ബോധം കെട്ട് വീഴാൻ തുടങ്ങും. ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. ആയാത്തുകൾ കേൾക്കുമ്പോൾ വർദ്ധിതമാകുന്ന ഈമാൻ, അത് മുഅ്മിനിൻ്റെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അത് ശരിക്ക് പച്ചക്ക് കാണാൻ പറ്റും. ആയാത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഒരു ദിവസം തന്നെ നിസ്കാരത്തിൽ 5 ജുസ് ഒക്കെ ഓതും. ഇശാഇന് തുടങ്ങി മഗ്രിബിന് തുടങ്ങി സുബഹി വരെ നിസ്കാരം തന്നെ. തഹജ്ജുദ് ആ നാട്ടുകാർക്ക് ദാറുൽ മുസ്തഫയിൽ തഹജ്ജുദ് റമദാനിൽ ഇല്ല. കാരണം ഉറങ്ങണ്ടേ, ഉറങ്ങിയെങ്കിലല്ലേ ഇതിന് ശർത്തൊക്കെ ഉള്ളൂ. അല്ലാ, ഈ നിസ്കാരം തുടങ്ങിയാൽ ബോധം കെട്ട് വീഴുക, വീണോലെ കയറ്റിയിട്ട് കട്ടിൽമക്ക് കിടത്തുക. ഹബീബായ മുത്തുനബി ഇമാമത്ത് നിന്ന് പിന്നിൽ സ്വഹാബത്ത് നിസ്കരിച്ച കഥയല്ല ഈ പറയുന്നത്, ഇന്നലത്തെയും സംഭവമാണ് ഈ പറയുന്നത്. എന്താണ് അവർക്ക് കാര്യം?
5.5 മാസക്കാലമാണ് ഞാൻ അവിടെ താമസിച്ചത്. 5.5 മാസക്കാലം അവിടെ താമസിച്ചിട്ട് 85 വയസ്സ് തോന്നിക്കുന്ന, ഭ്രാന്തുണ്ടോ എന്നെനിക്ക് തോന്നിപ്പോയ, പീഡികത്തിണ്ണയിലിരിക്കുന്ന ഒരു ഉമ്മയുടെ മുഖമല്ലാതെ, മുടിനാരിഴയില്ലാതെ, ഈ നഗ്നനത്രങ്ങളെ കൊണ്ട് മറ്റൊരു പെണ്ണിൻ്റെയും മുടിനാരിഴയും അവരുടെ മാംസളമായ ഭാഗങ്ങളും കണ്ടില്ല. വല്ലാഹി തുമ്മ വല്ലാഹി. ആ നാട്ടിൽ കണ്ണു സേഫാണ്, തെരീമിൽ കണ്ണു സേഫാണ്. ആണിനും പെണ്ണിനും നിസ്കാരത്തിൽ നിന്നാൽ കരയാൻ പറ്റും. കരയാൻ പറ്റും. ഇതൊരു വലിയ സംഗതിയാണ്. കണ്ണ് സൂക്ഷിച്ച് ജീവിച്ചു നോക്കൂ നിങ്ങൾ ഒരാഴ്ചക്കാലം. من نظر إلى محاسن امرأة فغض بصره في أول مرة